ഒടുവിൽ രാജ്യത്തിന്റെ തന്നെ അഭിമാന പദ്ധതിയായ കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ കൃത്യം 10:15 ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തുകയും വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ വിശേഷങ്ങളും നേരിട്ട് കാണുകയും ഒടുവിൽ ഏതാണ്ട് 11 മണിക്ക് കൃത്യമായി ഉദ്ഘാടനം ചെയ്യുകയുമാണ് ഉണ്ടായത്. 45 മിനിറ്റോളമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന് 5 മിനിറ്റും വി എൻ വാസവന് 3 മിനിറ്റും പ്രസംഗിക്കാൻ കിട്ടി. സ്ഥലം MP ശശി തരൂർ അടക്കമുള്ളവർക്ക് പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയില്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം സഫലമാകുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും. സ്വന്തമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്ത മുൻഗാമിയായ ഉമ്മൻചാണ്ടി ചെയ്തതിന്റെയൊക്കെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിക്കുന്ന CPM-ഉം സഖാക്കളും വിഴിഞ്ഞത്തിന്റെ പേരിൽ 10 വോട്ട് ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. 2016 തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉമ്മൻചാണ്ടി കഠിന പ്രയത്നം ചെയ്ത് വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം കൊടുക്കുകയും കരാറിൽ ഒപ്പിടുകയും തറക്കല്ലിടുകയും ഒക്കെ ചെയ്തെങ്കിലും അത് അഴിമതിയുടെ ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞ് കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ വികസന പദ്ധതിയുടെ പേരിൽ വോട്ട് നേടിയ പിണറായി ഇന്ന് അതേ പദ്ധതിയുടെ പേരിൽ വോട്ട് നേടാൻ 2026 തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കും. 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു മാറ്റമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആർക്കാണ് യഥാർത്ഥ ക്രെഡിറ്റ് എന്നത്? ഉമ്മൻചാണ്ടിക്കാണെന്ന് ചിലർ, അതല്ല പിണറായി വിജയനാണെന്ന് ചിലർ, അതല്ല മറ്റു ചിലർക്കാണ് ക്രെഡിറ്റ് എന്ന് ചിലർ. പിണറായി വിജയനോട് വല്ലാത്ത വാത്സല്യമുള്ള കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കൂടിയായ വിഴിഞ്ഞം പദ്ധതിയുടെ MD ദിവ്യ എസ് അയ്യർ പറഞ്ഞത് ക്രെഡിറ്റ് ജനങ്ങൾക്കാണെന്നാണ്. പിണറായിക്ക് വലിയ ക്രെഡിറ്റ് ഉണ്ട്, പിണറായിയുടെ കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ബാക്കി ജനങ്ങൾക്ക് കൂടി കൊടുത്തു. എന്നാലും ഉമ്മൻചാണ്ടിക്കും മറ്റുള്ളവർക്കും കൊടുക്കരുത് എന്ന വാശിയാണ്.